കുവൈറ്റിൽ വിഷമദ്യം കഴിച്ച് 10 പ്രവാസികൾ മരിച്ചു. നിരവധി പേർ ഗുരുതരാവസ്ഥയിലാണ്. നിരവധി മലയാളികൾക്കും വിഷബാധയേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മരിച്ചവർ ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തമായിട്ടില്ല. എസ് രഞ്ജിത്താണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ദാരുണമായ സംഭവം നിർഭാഗ്യകരമാണ്. മരിച്ചവരാരൊക്കെയെന്ന് ഇനി തിരിച്ചറിയാനുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ വിഷയത്തിൽ? തീർച്ചയായും ഇത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഈ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള രാജ്യമാണ് കുവൈറ്റ്. എന്നാൽ ഇവിടെ വ്യാജ മദ്യ വിൽപ്പന വ്യാപകമാണ്. ഇത്തരത്തിൽ വിൽപ്പന നടത്തിയിരുന്ന ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഈ വ്യാജ മദ്യം കഴിച്ച ആളുകളാണ് മരിച്ചത്. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 10 പ്രവാസികൾ മരിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇവർ ഏത് രാജ്യക്കാരാണ് എന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു. പക്ഷേ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നു എന്ന സ്ഥിരീകരിക്കുന്ന വിവരങ്ങളുണ്ട്. ഇത്തരത്തിൽ ഈ മലയാളികൾ ഉൾപ്പെടെ ആശുപത്രിയിൽ കഴിയുന്ന നിരവധി ആളുകൾക്ക് കാഴ്ച നഷ്ടമായി എന്ന് മനസ്സിലാകുന്നു. ഒപ്പം തന്നെ കിഡ്നി തകരാറിലായവരും നിരവധി പേരാണ്. പ്രാഥമിക പരിശോധനയിൽ തന്നെ മദ്യത്തിൽ നിന്നും വിഷബാധയേറ്റ് ആണ് മരണമെന്നത് സംബന്ധിച്ച് ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കുവൈറ്റിലെ ജലീബ് ബ്ലോക്ക് ഫ്ലോറിലെ അനധികൃത മദ്യവിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ പ്രവാസികൾ മദ്യം വാങ്ങിയത്. ഫർവാനിയ, അബ്ബാസാനിയ എന്നിവിടങ്ങളിലെ ആശുപത്രിയിലാണ് ഇപ്പോൾ ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അഹമ്മദി ഗവർണറേറ്റിലും നിരവധി പേർ ഗുരുതരാവസ്ഥയിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മരിച്ചവർ ഏത് രാജ്യക്കാരാണ് എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല. ഇക്കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ മരിച്ചവരിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച അനൌദ്യോഗിക വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ നിരവധി പ്രദേശങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയം പരിശോധന നടത്തുകയും ഇത്തരത്തിൽ വ്യാജ മദ്യ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്ന് നിരവധി വ്യാജ മദ്യ വിൽപ്പനക്കാരെ പിടികൂടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.